പോകണമെന്ന് വിചാരിച്ചത് എന്റെ ഒരു സുഹൃത്തിനടുത്തോട്ടാ. വീട്ടിൽ പറയാതെ കുറച്ചുനാള് കോളേജിൽ നിന്ന് മുങ്ങി ഞാനൊരു ഫുഡ് ഡെലിവറി ഏജന്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എന്നെ സഹായിച്ച സൂരജ് എന്നൊരാളുണ്ട്. ആളൊരു ജെനുവിൻ കക്ഷിയാ. അവിടേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ വിളിച്ചപ്പോ ചങ്ങാതിയെ കിട്ടിയില്ല. പിന്നെ എന്ത് വേണോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ഇങ്ങനൊരു കൂടപ്പിറപ്പിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞത്. ഊഹം തെറ്റിയില്ല. വിളിച്ചപ്പോ ഇതിനൊക്കെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം എന്താ, ഇങ്ങോട്ട് വന്നാ പോരെന്നായിരുന്നു മറുപടി. വന്നപ്പോ വാം വെൽക്കം ആയിരുന്നു. സാറ് ചിരിച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇതിലും നല്ലൊരു സ്വീകരണം കിട്ടുമായിരുന്നു ഒരിടത്തെ ക്ഷണം നിരസിച്ചിട്ടല്ലേ ഇവിടെ കൂടാൻ തയ്യാറായതെന്നല്ലേ? ഏയ്, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇവിടെ അപ്പൂന് എന്തെങ്കിലും അസൗകര്യം തോന്നിയാ അവിടേക്ക് വരാം. സ്വീകരണം മോശമായിരിക്കില്ല. അതെനിക്കറിയാലോ. സാറ് ആദ്യത്തോടെ എന്റെ കാര്യം പറഞ്ഞിരുന്നു? പൂർണ്ണമായും പറഞ്ഞില്ല. എന്നാലും എല്ലാവരിൽ നിന്നും താനൊന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അവിടം വിട്ട് താൻ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവൾക്ക് നല്ല സങ്കടമായി. ആതിരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവളെ സമാധാനിപ്പിക്കാൻ ഞാനും നിളയൊക്കെയുണ്ടല്ലോ. പക്ഷെ അപ്പോ തൻ്റെ അമ്മയോട് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ആതിരയോട് പറഞ്ഞ അതേ കള്ളം ഗീതാ മാഡത്തിനോട് ആവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ സ്ത്രീ അപ്പുൻ്റെ അമ്മയാണ്. ഇന്നലെ രാത്രി എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ മാഡം വല്ലാതെ പാനിക്കായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ തൻ്റെ അമ്മയെ സമാധാനിപ്പിച്ചത്. ഇന്ന് ഞാൻ ഗീതാ മാഡത്തെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ആവണമല്ലോ ഞാൻ പറയേണ്ടത്. ഞാൻ സേഫായ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ആശ്വാസം. അങ്ങനെ ഒരു മറുപടി തൻ്റെ അമ്മയെ തൃപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, താൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഞാൻ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണെന്ന് മാഡത്തിന് തോന്നില്ലേ? എന്നെപ്പോലെ ഒരാള് അങ്ങനെ അപൂർണമായൊരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് മോശമാണ്. എങ്കിൽ സാർ അമ്മയോട് സത്യം തുറന്നു പറഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ഉറപ്പ് തരണം. ഒരിക്കലും അമ്മ എന്നെ തേടി ഇവിടെ വരില്ലെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് അമ്മയിൽ നിന്ന് വാങ്ങിത്തരാൻ പറ്റുമോ സാറിന്? എന്ന് വെച്ചാൽ ഞാൻ ശ്രമിക്കാം. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ആ, പിന്നെ വേറൊരു കാര്യം. ഇവിടുത്തെ തന്നെ ലോക്കൽ ഗാർഡിയൻ ദക്ഷയായിരിക്കും. ഏത് കാര്യവും തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അത് ദക്ഷയും എന്നെ ഒന്ന് അറിയിക്കണം. ഭാവിയിൽ ചില ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടി വന്ന അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അല്ലാതെ താനെന്നല്ല പറഞ്ഞതുപോലെ തൻ്റെ തിരിച്ചുവരവിൻ്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്യാനൊന്നുമല്ല. സാറിനെ കളിയാക്കുവാണോ? പകുതി തമാശയായും പകുതി കാര്യമായിട്ട് തന്നെ എടുത്തോളൂ. ഇവിടുന്ന് താൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും അത് എന്നെ അറിയിക്കണം. ഷുവർ സർ. വേറെന്തെങ്കിലും ഞാൻ അമ്മയോട് പറയേണ്ടതുണ്ടോ? അപ്പോൾ അമ്മയോട് പറയൂ, എനിക്ക് അമ്മയോടൊട്ടും ദേഷ്യവും പിണക്കവും ഒന്നുമില്ലെന്ന്. അച്ഛൻ എത്രയും പെട്ടെന്ന് പഴയ VP ആവാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ സാർ എനിക്ക് പറയാൻ. ഏയ്, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ആതിരയ്ക്ക് മാത്രമല്ല, ഇങ്ങനൊരു ഏട്ടൻ അപ്പൂനും ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. ചായ കുടിച്ചിട്ട് പോവാൻ സാർ. ഷുവർ. ഇത് കുടിക്ക്. എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ കഴിഞ്ഞതിനെ പറ്റിയൊക്കെ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗീത. അപ്പവും ആളും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായിട്ടുണ്ടാവും? 1 വർഷം. അപ്പോ ഏകദേശം അത്രയും നാളത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അല്ലേ? അത് സാരമില്ല VP. അതൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി VP അധികം സ്ട്രെയിൻ ചെയ്യണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് താനേ ഓർമ്മ വന്നോളൂ. എന്നാലും എന്തൊരു ശിക്ഷയാടോ ഇത്? ഒന്നും അങ്ങോട്ട് ഓർമ്മയിൽ തെളിയുന്നില്ല എന്ന് വെച്ചാ? എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാനിപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, കുറച്ചാൾ മുമ്പ് VP അത് നിർത്തിയിരുന്നു. അതെയോ? ഞാൻ ക്ലാസ് നിർത്തിയെന്നോ? എന്തായിരുന്നു അതിന് കാരണം?
വി പിക്ക് ഇതിനു മുമ്പ് ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് സുഖമില്ലാതായി. അതിനുശേഷം പിന്നെ വി പി ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല. ടോട്ടൽ റെസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്കിത് ആദ്യത്തെ തവണയല്ല ഇങ്ങനെ സംഭവിക്കുന്നല്ലേ? ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വി പി. ഓർമ്മയുടെ ദിവസങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ തനിയെ ഓർമ്മ വരുന്നവരെ വി പി ഒന്ന് ക്ഷമിക്ക്. എന്നാലും ഒരു വർഷം മുഴുവൻ ജീവിതത്തിലെ കലണ്ടറിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാ, അല്ല ഗീത? ആ, ജീവിതത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഭാഗ്യം. ഒരു കണക്കിന് ആ ഒരു വർഷത്തെ കാര്യമല്ലേ മെമ്മറിയിൽ നിന്ന് പോയിട്ടുള്ളൂ. ഇതുവരെയുള്ള ജീവിതം മുഴുവൻ പോയിരുന്നെങ്കിലോ, ഇതിലും എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ. തന്നെയോ അപ്പൂനെയോ മാളൂനെയോ പരിചയക്കാരെയോ സുഹൃത്തുക്കളെയോ ആരും തിരിച്ചറിയാൻ കഴിയാതെ ടോട്ടൽ അമ്നേഷ്യ ബാധിച്ച് ഇപ്പൊ തന്നെ ഈ കാലയളവ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കൂടി ആയിരുന്നെങ്കിലോ? എന്തിനാ ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വി പിയുടെ മൂഡ് കളയല്ലേ ഉള്ളൂ. ശരിയാ, മതി. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൂപ്പ എവിടെയാണെന്നാ പറഞ്ഞത്? അവളൊരു ജേർണലിസം കോഴ്സ് ചെയ്യാ. ആഹാ, അവൾക്കതിൽ പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. താൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഒടുവിൽ അവൾ എന്നെ സോപ്പിട്ടായിരിക്കും അതിന് അഡ്മിഷൻ നേടിയത്, അല്ലേ? അതെ, വി പി അവളുടെ ഭാഗത്തായിരുന്നു. അത് പിന്നെ അങ്ങനെ വേണമല്ലോ. താൻ നോക്കിക്കോ, ജേർണലിസ്റ്റ് അവൾക്ക് നന്നായി ചേരും. തന്നെയല്ല, ഇപ്പൊ അതിനൊക്കെ നല്ല സ്കോപ്പും ഉണ്ടല്ലോ. പഠിക്കട്ടെ. എന്നാൽ ഈ മാളുവിന്റെ കല്യാണം എത്ര വേഗമായി കഴിഞ്ഞത്, അതും ഡേസിയുടെ മോനുമായിട്ട്. പിള്ളേര് തമ്മിൽ അഫെയർ ആയിരുന്നോ? അതെ. കൊള്ളാം, നല്ല പയ്യനവൻ. അതും മുരളിയോടൊക്കെ സംസാരിച്ചത് ഞാൻ തന്നെ ആയിരിക്കും, അല്ലേ? അതെ, വി പി തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. ആ ഇന്ദിരാമ അങ്ങനെയൊന്നും പെട്ടെന്ന് കയറി സമ്മതിക്കാൻ വഴിയില്ലല്ലോ. ഇന്ദിരാമയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്, അല്ലടോ? എന്തു പറ്റി? താനെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല വി പി. അല്ലടോ, എനിക്കറിയാം. ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അത് തനിക്കും വിഷമാവുന്നുണ്ടല്ലേ? സാരമില്ല, നമുക്കിനി അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് മതി. എക്സ്ക്യൂസ് മീ. ആ, നന്ദനോ? വരൂ. ഞാൻ താഴെ അന്വേഷിച്ചു. അപ്പോഴാ സാറിന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? ഇപ്പൊ വി പിക്ക് നല്ല ഭേദമുണ്ട്. വി പി, ഇത് അഡ്വക്കേറ്റ് നന്ദകുമാർ. അഡ്വക്കേറ്റ് നന്ദകുമാറോ? എന്താ സാർ, എന്നെ മനസ്സിലായില്ലേ? നന്ദൻ, വി പിക്ക് ചെറിയ ചില ഓർമ്മ പ്രശ്നങ്ങളുണ്ട്. കുറച്ചു മുമ്പുള്ള സംഭവങ്ങളൊന്നും വി പിയുടെ ഓർമ്മയിലില്ല. ഓ, അങ്ങനെയാണോ? ഞാനത് അറിഞ്ഞിരുന്നില്ല. നന്ദകുമാർ? കുറച്ചുനാൾ മുമ്പ് വി പിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് നന്ദകുമാറാ വി പിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത്. കേസോ? എന്റെ പേരിലോ? എന്തായിരുന്നത്? അതൊരു കള്ളക്കേസായിരുന്നു വി പി. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആ കേസ് എന്തായി? ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. അതിന്റെ കാര്യം ചോദിക്കാനാ നന്ദൻ വന്നത്. നന്ദൻ, ഒരു മിനിറ്റ് വരും. ഞാനിപ്പോ വരാം സാർ. ആ. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് നന്ദൻ. വി പിയുടെ അവസ്ഥ നല്ലതിനാണോ അതോ കൂടുതൽ ദോഷത്തിനാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആവട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. അപ്പുവിന്റെ കാര്യം അത്ര നാളുകൂടി വി പിന്ന് മറച്ചു വയ്ക്കാമല്ലോ. പക്ഷെ അതത്ര എളുപ്പമായിരിക്കോ മാഡം? എനിക്ക് സംശയമുണ്ട്. പണിക്കർ സാർ നോർമലായ സ്ഥിതിക്ക് അപ്പുവിനെ കുറിച്ച് മാഡം എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സാർ അപ്പുവിനെ പറ്റി അന്വേഷിക്കാതിരിക്കില്ലല്ലോ.
ഒരുപാട് നാളൊന്നും വി പിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം. എന്നാലും പറ്റാവുന്നിടത്തോളം കാലം വി പി എനിക്കൊരു കംഫർട്ട് സോണിൽ നിർത്തിയേ പറ്റുള്ളൂ. കൂടുതൽ ഷോക്കിംഗ് ആയ ഒരു കാര്യവും വി പിയിൽ എത്താതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു കൊളാപ്സ് ഉണ്ടാവാതെ നോക്കണമല്ലോ. തീർച്ചയായും അത് വേണം എന്ന് കരുതി അപ്പൂനെ ഇങ്ങനെ ദുരൂഹതയിൽ നിർത്തുന്നത് ചിലപ്പോൾ പണിക്കർ സാറിൽ സംശയം ഉണ്ടാക്കിയേക്കും. എനിക്കറിയാം നന്ദൻ, അപ്പു ഹോസ്റ്റലിൽ നിന്ന് ജേർണലിസം കോഴ്സ് പഠിക്കണമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് വരാത്തത് എക്സാം ടൈം ആണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഞാൻ വി പിയെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ അതല്ല, പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വി പി വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട്. എപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. എപ്പോഴെങ്കിലും വി പിക്ക് അത് സാധിച്ചാൽ ഇപ്പൊ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളങ്ങളെല്ലാം പൊളിയും. അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എന്തോ എനിക്ക് പേടിയാവുന്നു നന്ദൻ. മാഡം വിഷമിക്കാതിരിക്കെ. ഏതായാലും ഇത്രയും കടമകൾ കഴിഞ്ഞില്ലേ, ഇതും അതുപോലെ മാഡത്തിന് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അപ്പോന് ഇങ്ങനെ ഒരു തീരുമാനം ഈ സമയത്ത് തന്നെ എടുക്കാൻ തോന്നിയത് നന്നായി. ഡോക്ടർ പറഞ്ഞതുപോലെ ഉർവശി ശാപം ഉപകാരമായി അല്ലേ മാഡം? അപ്പുവിനെ കുറിച്ച് ഞാൻ നന്ദനോട് ഇതുവരെ ഒന്നും ചോദിക്കാത്തത് മനഃപൂർവ്വമാണ്. ചോദിച്ചാ നന്ദൻ എന്നോട് കളവ് പറയേണ്ടി വരുന്നത് എനിക്കറിയാം. നന്ദനെ പോലുള്ള ആളിൽ നിന്ന് അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ എനിക്കത് വിഷമാവും. അവളെ എവിടെയുണ്ടെന്ന് നന്ദൻ അറിയാമെന്ന് ഇന്നലെ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. നന്ദൻ അത് സമ്മതിക്കുകയും ചെയ്തല്ലോ. നന്ദൻ അത് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ അപ്പു സേഫായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു അമ്മയുടെ ജിജ്ഞാസ കൊണ്ട് ചോദിക്കുക, അപ്പു നന്ദന്റെ വീട്ടിലില്ലെന്ന് പറഞ്ഞ സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യമാണ് മാഡം. അപ്പു എൻ്റെ വീട്ടിലല്ല ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്. അതിനുവേണ്ടി അപ്പുവിനെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അപ്പു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിന് അപ്പുവിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ അപ്പു എവിടെയാണ് നന്ദൻ? സോറി, ഞാനത് ചോദിക്കാൻ പാടില്ലെന്നാണല്ലോ. ഞാനത് മറന്നു. സോറി മാഡം, ഞാനത് അപ്പുവിന് കൊടുത്ത വാക്കാണ്. എന്നാലും ഒരമ്മയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, സ്വന്തം വീട്ടിലെന്ന പോലെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പു ഇപ്പോൾ ഉള്ളത്. അപ്പുവിൻ്റെ ലോക്കൽ ഗാർഡിൻ്റെ ചുമതല എനിക്കാണ്. അപ്പൊ പിന്നെ അപ്പുവിനെ ഓർത്ത് മാഡത്തിന് ഒരു ടെൻഷനും വേണ്ടെന്ന് മനസ്സിലായില്ലേ? മതി നന്ദൻ, ഇത്രയും അറിഞ്ഞാൽ മതി എനിക്ക്. നിങ്ങളെനിക്ക് വിശ്വാസമാണ്. എവിടെയാണെങ്കിലും അവള് സേഫ് ആൻഡ് ഹാപ്പി ആണല്ലോ, അത്രയും മതി. അമ്മ ഒരിക്കലും വെറുക്കാനോ ഒഴിവാക്കാനോ നോക്കിയിട്ടില്ലെന്ന് അപ്പുവിനോട് നന്ദൻ പറയണം. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പുവിന് തോന്നിയെങ്കിൽ അത് ഈ അമ്മയുടെ ഗതികേട് കൊണ്ടാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അമ്മയെ ശപിക്കരുതെന്ന് പറയണം. എന്താ മാഡം ഇത്? അപ്പുവിന് അമ്മയോട് ഒരു പിണക്കവുമില്ല. മാഡത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇപ്പം ആ തീരുമാനം എന്തുകൊണ്ട് നമുക്ക് ഗുണമായി വന്നില്ലേ? അതുകൊണ്ട് അപ്പുവിൻ്റെ കാര്യം ഓർത്ത് മാഡത്തിന് ഒരു ടെൻഷനും വേണ്ട. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റൂട്ടിലേക്ക് വരുന്നിടം വരെ പണിക്കർ സാർ ഇതൊന്നും അറിയരുത്. അത് മാത്രം മാഡം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മാഡം. പണിക്കർ സാറിനെ ഞാനിപ്പോൾ കാണാൻ നിൽക്കുന്നില്ല. സാറ് റെസ്റ്റ് എടുക്കട്ടെ.
ജോബിൻ, എന്നു മുതലാ എന്റെ കോള് നിനക്കൊരു ശല്യമായി തോന്നി തുടങ്ങിയത്? സോറി മമ്മി, ഞാൻ കോള് കണ്ടിരുന്നു. ഹോസ്പിറ്റലിലെ തിരക്കിനിടയില്. വേണ്ട ജോബിൻ, നീ എന്തിനും ഏതിനും ഹോസ്പിറ്റലിലെ തിരക്കിനെ കൂട്ടുപിടിക്കണ്ട. അല്പം കൂടി പറഞ്ഞാൽ വിശ്വസിക്കുന്ന കള്ളൊന്നും കിട്ടിയില്ലേ നിനക്ക്? മമ്മി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇതിലും വലിയ തിരക്കും അത്യാവശ്യവുമൊക്കെ ഹോസ്പിറ്റലുണ്ടായിരുന്ന സമയത്തും നിനക്ക് എന്നെ വിളിക്കാനുള്ള സമയം കിട്ടിയ കാലം ഉണ്ടായിരുന്നു, കുറച്ചു നാൾ മുമ്പ് വരെ. എന്താ, അതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തന്നാലേ ഓർമ്മ വരൂ എന്നുണ്ടോ എന്റെ മോന്? മമ്മി, സത്യമായിട്ട് മമ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. 2 പ്രാവശ്യം മമ്മിയുടെ കോള് ഞാൻ കണ്ടതാ. തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതുവാ. അപ്പോഴാ ഹൗസ് ഏജൻസി ബാച്ചിന്റെ ട്രെയിനിങ്ങിന് എന്നെ ജോർജ് സാർ ചാർജ് ഏൽപ്പിച്ചത്. അതിനിടയിൽ മമ്മിയെ തിരിച്ചു വിളിക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നു എന്നുള്ളതാ സത്യം. സാരമില്ല, എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഇനി മുതൽ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ മമ്മി മമ്മിയുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ. അല്ലാതെ ഞാനെന്ത് പറയാനാ? മമ്മിക്കും എന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. എന്നുവെച്ചാ വിശ്വാസമില്ലാത്തവരുടെ ലിസ്റ്റിൽ മറ്റൊരാളും കൂടി ഉണ്ടെന്നല്ലേ മോൻ പറഞ്ഞത്? മമ്മിക്ക് ഇത് എന്ത് പറ്റി? ഒരുമാതിരി പോലീസുകാരുടെ മട്ടും ഭാവമൊക്കെയാണല്ലോ ടീച്ചർക്ക്. വേണ്ട, നീ എന്നെ ചിരിച്ചു മയക്കൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ നീ മാളുവിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ അല്ലേ? അതെ. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റായി. ഉറക്കക്ഷീണം കാരണം അധികം ഡ്രൈവ് ചെയ്യാൻ തോന്നിയില്ല. തന്നെയല്ല, വണ്ടിക്ക് എന്തോ ചില പ്രോബ്ലം പോലെ തോന്നി. എന്നാ പിന്നെ അവിടെ കൂടാന്ന് കരുതി. അതുകൊണ്ടാ. മതി മതി, ഇത്രയ്ക്ക് വിസ്തരിച്ച് പറയണമെന്നൊന്നുമില്ല. ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങിയതിന് കുറ്റപ്പെടുത്താനൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ആ വിവരം മാളുവും അശ്വതിയൊക്കെ പറഞ്ഞു വേണമല്ലോ ഞാൻ അറിയാൻ. ഇന്ന് രാവിലെയെങ്കിലും നിനക്കതൊന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ. ഓ, രാവിലെ വണ്ടി റിപ്പയർ ചെയ്യുന്ന തിരക്കിനിടയിൽ അതങ്ങ് മറന്നുപോയി കാണും അല്ലേ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ തിരക്കാവുമല്ലോ. മമ്മി എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെയാണല്ലോ. ശരിക്കും മമ്മിക്ക് എന്താ പറ്റിയത്? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്താ നിനക്ക് പറ്റിയത്? എന്ത് ഭാവിച്ച നീ ഇങ്ങനെയൊക്കെ എന്ന്? ഞാൻ എന്ത് ചെയ്തെന്നാ മമ്മി പറയുന്നത്? വേണ്ട ജോബിൻ, കള്ളം പറഞ്ഞും ഒളിച്ചും ശീലമില്ലാത്ത ഒരാള് പെട്ടെന്ന് അതിന് മുതിരുമ്പോ പിടിക്കപ്പെടും. നിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. നിന്റെ മമ്മിയോടോ ഭാര്യയോടോ ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതൊരിക്കലും നിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, നിന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് വളർത്താതെ നീ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യണം. എന്നോട് തന്നെ വേണമെന്നില്ല, നിന്റെ ഭാര്യയോടാവാം. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് മനസ്സിലെ പേടിയും ടെൻഷനും കുറയുകയുള്ളൂ. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് മാളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്യൂ എന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ വല്ല പിണക്കോ അഭിപ്രായ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും? ഏയ് ഇല്ല മമ്മി. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യുമോ? രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞത്. മമ്മി എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ജോബിൻ, ഒരു മിനിറ്റ്. നീ പറയുന്നതേ മമ്മി ഇതുവരെ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മ വേണം. കള്ളത്തരം കാണിച്ചും പറഞ്ഞും ശീലമില്ലാത്തവര് അതിന് ശ്രമിക്കരുത്, തോറ്റുപോകും. വളരെ പെട്ടെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും.